ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു ടോപ്പിക്ക് പഠിക്കാം കേട്ടോ. ഇന്ന് നമ്മളൊരു ഓഡിയോ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഡിയോ ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എനിവേ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നീഡ് എന്ന വേർഡിൻ്റെ യൂസേജസ് ആട്ടോ. അപ്പോൾ നീഡ് എന്നുള്ള വാക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകളൊന്ന് പറഞ്ഞു നോക്കാം. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നീഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ്ങിൽ നമുക്ക് ഒരുപാട് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യേണ്ട ഒരു വേർഡാണ് നീഡ് എന്നുള്ളത് അല്ലേ. അപ്പോൾ നീഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? ആവശ്യം എന്നാണ് അല്ലേ. ആവശ്യം എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഷീ നീഡ്സ് എ പെൻ. ഷീ നീഡ്സ് എ പെൻ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് കേട്ടോ. ആദ്യം പറഞ്ഞത് ഷീ നീഡ്സ് എ പെൻ, അവൾക്കൊരു പേന ആവശ്യമുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് വെച്ചാൽ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നീഡ്സ് ആവശ്യം എന്നാണ്, പക്ഷേ ഇവിടെ നമുക്ക് വോണ്ട് എന്നും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ വാണ്ടും നീഡും വെച്ചിട്ട് ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. വാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴല്ല, നമ്മുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ വിഷസൊക്കെ പറയാനായിട്ടാണ് നമ്മളത്. അധികം എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷേ എങ്കിലും കിട്ടിയാൽ കൊള്ളാം, ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മളവിടെ വാണ്ട് എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ അത്യാവശ്യം വേണം, അത്യാവശ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ നീഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. രണ്ടും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ നീഡാണ് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ നീഡാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അവിടെ നമ്മൾ വാണ്ട് എന്നാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പം ഷീ നീഡ്സ് എ പെൻ, അവൾക്കൊരു പേന ആവശ്യമുണ്ട് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വേറൊരു സെൻറ്റൻസ്, ഐ നീഡ് ടു ടോക്ക് ടു യു. ഐ നീഡ് ടു ടോക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. അതെന്താണ്? എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്നാട്ടോ. ഐ നീഡ് ടു ടോക്ക് ടു യു. ഇനി നമുക്ക് ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് നിന്നോടൊന്ന് സംസാരിക്കുക എന്നുള്ളത്, അല്ലാതെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ പറയാനൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വാണ്ട് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ നീഡ് ടു ടോക്ക് ടു യു എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ ഐ നീഡ് എ നൈഫ് ടു കട്ട് ദ കേക്ക്. ഐ നീഡ് എ നൈഫ് ടു കട്ട് ദ കേക്ക്. കേക്ക് കട്ട് ചെയ്യാൻ എനിക്കൊരു നൈഫ് വേണം, നൈഫ് ആവശ്യമുണ്ട്. ഓക്കെ, നൈഫ് എന്ന് വെച്ചാൽ കത്തിയില്ലേ. ദെൻ ഷീ നീഡ്സ് മീ ടു ഹെൽപ്പ് കുക്ക് ഡിന്നർ. ഷീ നീഡ്സ് മീ ടു ഹെൽപ്പ് കുക്ക് ഡിന്നർ. ഡിന്നർ കുക്ക് ചെയ്യാൻ അവൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നീഡിൻ്റെ യൂസേജസ് മനസ്സിലായല്ലോ. നീഡ് എന്താണ്, എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വാണ്ടിൻ്റെയും യൂസേജസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ. അപ്പം നീഡ് അതുപോലെ തന്നെ വാണ്ട് എവിടെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. നീഡ് ഐ, നീഡ് വി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? നീഡ് ഐ ചെയ്യേണ്ടതുണ്ടോ, ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയാനാണ് നമ്മൾ നീഡ് ഐ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നീഡ് വിയും യൂസ് ചെയ്യാം കേട്ടോ ഒരുപോലെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാം കേട്ടോ. നീഡ് ഐ കം ടുമോറോ, ഞാൻ നാളെ വരേണ്ടതുണ്ടോ? നമ്മൾ ചോദിക്കാറില്ലേ, ഞാൻ നാളെ വരേണ്ടതുണ്ടോ, ഞാൻ നാളെ പോകേണ്ടതുണ്ടോ, ഞാനിത് ചെയ്യേണ്ടതുണ്ടോ, ഞാനിത് വാങ്ങേണ്ടതുണ്ടോ, ഞാനിത് പറയേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാം? നീഡ് ആയി വെച്ചിട്ട് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നീഡ് ഐ കം ടുമോറോ, ഞാൻ നാളെ വരേണ്ടതുണ്ടോ. നീഡ് ഐ ഗോ ടുഡേ, ഞാൻ ഇന്ന് പോകേണ്ടതുണ്ടോ. നെക്സ്റ്റ്, ഞാൻ ബില്ല് അടയ്ക്കേണ്ടതുണ്ടോ, എങ്ങനെ പറയാ? നീഡ് ഐ പേ ദ ബിൽ, നീഡ് ഐ പേ ദ ബിൽ അല്ലേ. ഇനി ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങേണ്ടതുണ്ടോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടതുണ്ടോ, എങ്ങനെ നമുക്ക് പറയാം? നീഡ് ഐ പർച്ചേസ് ന്യൂ ഡ്രസ്, നീഡ് ഐ പർച്ചേസ് ന്യൂ ഡ്രസ്. നെക്സ്റ്റ്, ഞാൻ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, എങ്ങനെ പറയാം നമുക്ക്? ഞാൻ എന്തെങ്കിലും അവൾക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടോ. നീഡ് ഐ ഗിഫ്റ്റ് എനിത്തിങ് ടു ഹർ, നീഡ് ഐ ഗിഫ്റ്റ് എനിത്തിങ് ടു ഹർ. ഓക്കെ, ഇനി ഞാൻ നന്നായി പഠിക്കേണ്ടതുണ്ടോ, എങ്ങനെ പറയാം? നീഡ് ഐ സ്റ്റഡി
വെൽ. നീഡ് ഐ സ്റ്റഡി വെൽ. ദെൻ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കേണ്ടതുണ്ടോ? എങ്ങനെ പറയാം? നീഡ് ഐ റീഡ് ന്യൂസ് പേപ്പർ. നീഡ് ഐ റീഡ് ന്യൂസ് പേപ്പർ. നെക്സ്റ്റ് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടോ? എങ്ങനെ പറയാം? നീഡ് വി ഡു നൈറ്റ് ഡ്യൂട്ടി. നീഡ് വി ഡു നൈറ്റ് ഡ്യൂട്ടി. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ നീഡായി അതുപോലെ തന്നെ നീഡ് വി വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, പോകേണ്ടതുണ്ടോ, എടുക്കേണ്ടതുണ്ടോ, കഴിക്കേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാനായിട്ട് നമുക്ക് നീഡായി യൂസ് ചെയ്യാവുന്ന കേട്ടോ. നെക്സ്റ്റ് ഞാനത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ചെയ്യേണ്ട കാര്യമില്ല, പോകേണ്ട കാര്യമില്ല, വാങ്ങേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാം? നീഡിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാമല്ലേ. നിങ്ങൾ പോകേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? യു നീഡിൻറ്റ് ഗോ. യു നീഡിൻറ്റ് ഗോ. നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഞാൻ പോകേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ഐ നീഡിൻറ്റ് ഗോ. ഐ നീഡിൻറ്റ് ഗോ. അപ്പം നീഡിൻറ്റ് എന്ന് വെച്ചാൽ നീഡ് പ്ലസ് നോട്ടാണ് കേട്ടോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. ഇനി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ വറി ആവേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? യു നീഡിൻറ്റ് വറി. യു നീഡിൻറ്റ് വറി. നിങ്ങൾ വറി ആവേണ്ട കാര്യമില്ല. നെക്സ്റ്റ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? യു നീഡിൻറ്റ് പേ ടാക്സ്. യു നീഡിൻറ്റ് പേ ടാക്സ്. നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് നിങ്ങൾ നടക്കേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? യു നീഡിൻറ്റ് വാക്ക്. യു നീഡിൻറ്റ് വാക്ക്. അപ്പം നീഡിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ വേർബിനെ ഫസ്റ്റ് ഫോമിലാണ് പറയേണ്ടത് കേട്ടോ. യു നീഡിൻറ്റ് വാക്ക്. ഇനി നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ടേക്ക് ടിക്കറ്റ്. യു നീഡിൻറ്റ് ടേക്ക് ടിക്കറ്റ്. നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് നിങ്ങൾ നേരത്തെ പോവേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ഗോ ഏർലി. യു നീഡിൻറ്റ് ഗോ ഏർലി. നിങ്ങൾ നേരത്തെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ നേരത്തെ വരേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് കം ഏർലി. യു നീഡിൻറ്റ് കം ഏർലി. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്